പ്രിയമുള്ള പ്രേക്ഷകരെ, നിങ്ങളുടെ നാളെ 2024 നവംബർ 14-ാം തീയതി, അതായത് 1200 തുലാമാസം 29-ാം തീയതി ഗുരുവാരം വ്യാഴാഴ്ചയാകുന്നു. നാളത്തെ തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:23 അസ്തമയം വൈകിട്ട് 5:55 നാളത്തെ രാഹുകാലം ഉച്ചയ്ക്ക് 1:30 മുതൽ 3 മണി വരെയുള്ള സമയമാകുന്നു. അതിനാൽ പ്രാദേശിക സൂര്യോദയ പ്രകാരം 1:53 മുതൽ 3:23 വരെയുള്ള സമയം നിങ്ങൾക്ക് രാഹുകാലമായി സ്വീകരിക്കാവുന്നതാണ്. നാളത്തെ ദിനത്തിന് വളരെയധികം പ്രത്യേകതയുണ്ട്. നവംബർ 14-നാണ് നാം ചാച്ചാ നെഹ്റു എന്ന് വിളിക്കുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുജിയുടെ സ്മരണക്കായി ശിശുദിനമായി ആഘോഷിക്കുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു തൻ്റെ മകളായ ഇന്ദിരയ്ക്കയച്ച ഒരച്ഛൻ മകൾക്കയച്ച കത്തുകൾ എന്ന ലേഖന സമാഹാരത്തിൽ കുട്ടികളെപ്പറ്റി ദ ചൈൽഡ് ഈസ് എ ഫാദർ ഓഫ് എ മാൻ എന്ന് എഴുതിയിട്ടുണ്ട്. അത്രത്തോളം കുട്ടികളുടെ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ താല്പര്യവും പഠനവും നമുക്ക് ദർശിക്കാവുന്നതാണ്. ഏതായാലും ശിശുദിനത്തിൽ ലോക ശിശുക്കൾക്കെല്ലാം തന്നെ നല്ല ഒരു ആരോഗ്യപൂർണമായ ഭാവി ഡോക്ടർ മാരാർജി ആശംസിക്കുന്നു. നാളെ നവംബർ 14-ാം തീയതി അശ്വതി നക്ഷത്രമാകുന്നു. അശ്വതി എല്ലാ ശുഭകാര്യങ്ങൾക്കും നാം ഉപയോഗിക്കുന്നു. ഉത്രത്രയത്തിൽപ്പെടുന്ന നക്ഷത്രമാകുന്നു. ഉത്രത്രയമെന്നാൽ ഉത്രമൊത്തം ചിത്ര, ഉത്രാടം തിരുവോണം അവിട്ടം, ഉത്രട്ടാതി രേവതി അശ്വതി. ശുഭകാര്യങ്ങൾക്ക് വളരെയധികം നാം സ്വീകരിക്കുന്നു. നാളെ കാലത്ത് 9:40 വരെ ത്രയോദശി തിഥിയാണ്. വെളുത്തപക്ഷത്തിലെ ത്രയോദശി ചന്ദ്രൻ വളരെ ബലവാനാണ്. അതിനാൽ കാലത്ത് ശുഭകാര്യങ്ങൾ, പഠന ആരംഭം, അതേ ഇതിൽ ഔഷധം സേവിപ്പാനൊക്കെ തന്നെ കാലത്ത് 6:30 മുതൽ 7:30 വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുന്നതാണ്. 9:40 മുതൽ വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥിയാണ്. ചന്ദ്രൻ വളരെ ശക്തനായി വരികയാണ്. എങ്കിലും 14-ാം തിഥി ചതുർദശി നാം ശുഭകാര്യത്തിന് സ്വീകരിക്കാറില്ല. പക്ഷേ കറുത്തപക്ഷത്തിലെ ചതുർദശിയേക്കാളും വെളുത്തപക്ഷത്തിലെ ചതുർദശിക്ക് ബലം കൂടുതലാണ്. എങ്കിലും വാങ്ങൽ കൊടുക്കൽ കർമ്മങ്ങൾക്കൊക്കെ അത്ര ശുഭമുള്ള ഒരു തിഥിയല്ല ചതുർദശി തിഥി. അതിനാൽ ആ വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. എങ്കിലും മറ്റെല്ലാ ശുഭകാര്യങ്ങൾക്കും ഞാൻ മേൽ സൂചിപ്പിച്ച മുഹൂർത്തവും അതിന് പുറമേ കാലത്ത് 11 മണി മുതൽ 1 മണി വരെയുള്ള സമയം നിങ്ങൾക്ക് സ്വീകരിക്കാവുന്നതാണ്. നാളെ അശ്വതി മകമൂലം നക്ഷത്രങ്ങളുടെ ദേവത കേതുവാകയാൽ നാളെ നിങ്ങൾക്ക് വളരെ നന്നായി രാഹു കേതുക്കളുടെ അനുഗ്രഹം വാങ്ങുന്നത് വളരെ ഗുണമാണ്. സർപ്പക്ഷേത്രത്തിൽ ആയില്യപൂജ, സർപ്പബലി അല്ലെങ്കിൽ നാഗങ്ങൾക്ക് നൂറുംപാലും അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്രകാരം തന്നെ അതിശക്തമായ മന്ത്രം ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ എന്ന പഞ്ചാക്ഷരി മന്ത്രം നിങ്ങൾക്ക് ചൊല്ലിയാൽ രാഹുകേതുക്കളുടെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട ഡോക്ടർ മാരാർജി പ്രേക്ഷകർക്കും അതിശോഭനമായ നല്ല നാളെ സർപ്പദേവതകളുടെ അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്തേ.